നിങ്ങൾ എഴുതിയ തിരക്കഥകളും നോക്കുമ്പോൾ അല്ലെങ്കിൽ സംവിധാനം ചെയ്ത പടങ്ങൾ കാണുമ്പോഴും ഒരു കോമൺ മാൻ്റെ സൈഡിൽ നിന്നാണ് എല്ലാം നോക്കിയത് മാതിരിയുണ്ട്. നമുക്കങ്ങനെ ഹിന്ദിയിൽ നോക്കുമ്പോൾ രാജ് കപൂറിൻ്റെ പടങ്ങൾ അങ്ങനെയുണ്ട്. എപ്പോഴും രാജ് കപൂറിൻ്റെ ഹീറോസ് ആർ വെരി വെരി നോർമൽ ഓർ ബിലോ നോർമലാണ്. ഹീറോയിൻസ് ആയിരിക്കും അധികം ഒരു വെരി ബ്യൂട്ടിഫുൾ ഓർ മോർ സ്ട്രോങ്ങർ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ പക്ഷേ അങ്ങേരുടെയും അപ്രോച്ച് അത് തന്നെയായിരുന്നു. ഒരു കോമഡിയോ അല്ലെങ്കിൽ വെരി വെരി നോർമൽ എല്ലാവരെ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശൈലിയും ഉണ്ടായിരുന്നു. പക്ഷെ പറയണ മെസ്സേജ് വിൽ ബി വെരി സീരിയസ്. നിങ്ങളുടെ പടങ്ങൾ നോക്കുമ്പോഴും അങ്ങനെയാണ്. മെസ്സേജ് വിൽ ബി വെരി സീരിയസ്. ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു ഒന്നുമേ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളോ അത് കാരണം ആരൊക്കെയാണ് കഷ്ടപ്പെടുന്നത്. ബട്ട് അത് ഒരു കോമഡി എന്ന ഒരു ഫ്ലേവറോടെ കൊടുക്കണത് ഇത് എങ്ങനെയാണ്? യു ഹാവ് കം അക്രോസ് സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. അത് ഒരു സക്സസ്ഫുൾ കോമ്പിനേഷൻ ആക്ച്വലി പറഞ്ഞാൽ അല്ലേ? അപ്പം ആദ്യത്തെ കാര്യം, പല കാര്യങ്ങളും നമ്മുടെ ഭാവനയിൽ ഉണ്ടാക്കാം. കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്ന് എടുക്കാം. അപ്പം ഞാൻ കൂടുതലും എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് പരിചയമുള്ള, എന്നുവെച്ചാൽ നമ്മുടെ ഞാൻ ജീവിച്ചു പോന്നിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ദുരഭിമാനവും അവിടുത്തെ ആൾക്കാരുടെ പൊങ്ങച്ചങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കുശുമ്പും കുന്നായ്മകളും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലേക്ക് കടന്നിട്ടൊരു കഥ ഉണ്ടാക്കാനാണ് എനിക്ക് കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് കൂടുതൽ എളുപ്പം. അതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. പിന്നെ സിനിമ എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹങ്ങളാണ്. എന്നുവെച്ചാൽ വെറുതെ ഒരു സിനിമ കണ്ടിട്ട് ആൾക്കാർ ഓക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നതിന് അപ്പുറത്ത് എന്റർടൈൻമെന്റിന്റെ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അതിനകത്ത് ചില കഴമ്പുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടണം. അപ്പോൾ ഓരോ സീനിനും വേണ്ടി ഞാൻ അത്രമാത്രം ശ്രമിക്കാറുണ്ട്. അതിലിപ്പം ഒരു സീനിൽ കഥ എന്ന് പറയുന്ന കാര്യം പറയുന്നതിനിടയിൽ തന്നെ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള ചില ഡിസ്കഷൻസ് ഇങ്ങനെ. അപ്പോൾ എപ്പോഴും സീൻ ലൈവ്ലി ആയിരിക്കും. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് മൊത്തം കഥയല്ല, നമ്മൾ കാണുന്നത് ഓരോ കാലത്തിന്റെ പതിവുമായിരിക്കും. അതൊക്കെ അപ്പം നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ലോഡ് ഷെഡിങ് നടക്കുന്ന സമയത്തായിട്ടാണ്. അപ്പോൾ റോഡിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അകത്തുള്ള ഒരു സ്ത്രീയുടെ ശബ്ദം അതിന് മറുപടി പറയുന്നു, പൂച്ച കരയുന്നു, പാത്രങ്ങൾ തട്ടി വീഴ്ത്തുന്നു എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ ഈ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ അന്ന് വളരെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തിൽ ഒരു നിത്യ ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാക്കാൻ വെച്ചാൽ ആദ്യം തന്നെ ഒരു സിനിമയിൽ ഒരു സീൻ ഉണ്ടാക്കുന്ന അവരെ ക്യാച്ച് ചെയ്യാന്ന് പറയുന്നൊരു സാധനമുണ്ട്, അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നൊരു സംഗതി. അതിനുവേണ്ടി തന്നെ വളരെ ബോധപൂർവ്വം ആലോചിച്ചുണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? അപ്പം ഒരു സിനിമ വെറുതെ കണ്ടിട്ട് പോകാനല്ല, അതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ അവരെ ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവർക്ക് ഒരു പുതിയ ദർശനം കൊടുക്കാൻ കഴിയുന്ന ഞാൻ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ. നമ്മളൊരിക്കലും ഒരു സിനിമയിലൂടെ ഒരു സൊല്യൂഷൻ ഒരിക്കലുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അവതരിപ്പിച്ചിട്ടോ ഇതാണ് അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മളെ കയ്യിൽ സൊല്യൂഷൻസ് ഒന്നുമില്ല. സൊല്യൂഷൻസ് നിശ്ചയിക്കേണ്ടതെന്ന് പറയുന്ന വലിയ ജീനിയസുകളും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രവർത്തനവും കാറൽ മാർക്സിനെ പോലെയുള്ള ചിന്തകന്മാരും ഒക്കെയാണ്. നമുക്കതൊന്നും പറ്റില്ല. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ ചില ക്യാരക്ടേഴ്സ് നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ ഒരു എല്ലാ കഥാനായകന്മാരും നിങ്ങൾ സംവിധാനം ചെയ്ത പടങ്ങളിൽ കാണുമ്പോൾ ഒരു ചെറിയ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സിലുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് അല്ലെങ്കിൽ സംബഡി ഹൂ ഹാസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഇതുവരെ. അതിൻ്റെ വാട്ട് ഈസ് ദി കോയിൻസിഡൻസ് ഇൻ ദാറ്റ്? എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗതി വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാ കലാസൃഷ്ടികളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞാനെപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അതായത് നമ്മുടെ തന്നെ പരിമിതികളെ
മറികടക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും കലാസൃഷ്ടികൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. മനസ്സിലായില്ലേ? സമ്പൂർണ്ണനായ ഒരു മനുഷ്യനെ പറ്റി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഈസ് എ റോൾ മോഡൽ അവിടെ ഉണ്ട്, വെറുതെ നമ്മൾ ഇത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ ഒരുപാട് തരം പരിമിതികളുള്ള ആളാണ്. ഈ പരിമിതികളെ മറികടക്കലാണ് അതിനെ പരിഹസിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, എനിക്കെന്തൊക്കെയോ കോംപ്ലക്സുകളുള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ എന്നെ തന്നെ പരിഹസിച്ച് നേരെയാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അതൊന്നുമല്ല. എനിക്ക് പരിമിതികൾ ധാരാളമുണ്ട്. പക്ഷേ ഈ പറയുന്ന പരിമിതികളൊന്നും അല്ല. അത് പരിമിതികൾ കഴിവിൻ്റെ പരിമിതികളാണ്. എൻ്റെ ടാലൻറ്റിൻ്റെ പരിമിതികൾ എനിക്ക് ധാരാളമുണ്ട്. പക്ഷേ ഈ മാതിരിയുള്ള ഇപ്പോൾ വടക്കുമോ കേന്ദ്രത്തിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾ, മറ്റേത് അങ്ങനെയൊക്കെ പറയുന്ന ആളൊന്നുമല്ല ഞാൻ. വേറെ ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ധാരാളം പരിമിതികളുള്ള മനുഷ്യനെ എപ്പോഴും സന്തോഷത്തോടെ നന്മയിലേക്ക് നയിക്കുക എന്ന് പറയുന്നതാണ് പിന്നെ ഒരു കലാസൃഷ്ടി ഉണ്ടാവേണ്ട ഗുണങ്ങളിലൊന്ന്. ഒരു നല്ല മനുഷ്യൻ ആവുന്നതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ അവസാനം മരിക്കുന്ന സമയം എത്തുമ്പോഴേക്കും നമ്മളൊരു നല്ല മനുഷ്യനാവുമോ എന്ന് നിശ്ചയമില്ല. അതിനുള്ള ശ്രമമാണ്, ഒരു പരിപൂർണതയിലേക്കുള്ള ശ്രമം, യാത്ര. ഇപ്പോൾ പാർവതിയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഹീറോയിൻ, സംവിധാനം ചെയ്ത സിനിമയിലെ ഹീറോയിൻ. ഒരു ആദ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഉടനെ സമ്മതിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹെസിറ്റൻസി കാണിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. കഥ കേട്ട ഉടനെ ഷി ഫെൽറ്റ് വെരി ഹാപ്പി. ആപ്റ്റായിരുന്നു, അതാണ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ആപ്റ്റ് കാസ്റ്റിംഗ് കാണുമ്പോഴും. അതേമാതിരി ചിന്താവിഷ്ടയായ ശ്യാമള, മാസ്റ്റർ വിജയൻ, ചിലർ പറയണത് കേട്ടിട്ടുണ്ട്. മാസ്റ്റർ വിജയൻ എന്ന് പറയില്ല, വിജയൻ മാസ്റ്റർ എന്ന് പറയും. വിജയൻ മാസ്റ്റർ. ഓക്കെ, വിജയൻ മാസ്റ്റർ. എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മലയാളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വിജയൻ മാസ്റ്റർ കാണിച്ചത് എന്നൊക്കെ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതങ്ങനെ കോയിൻസിഡൻ്റലായിട്ട് അതും ആളുകൾക്ക് അങ്ങനെ പല വ്യാഖ്യാനങ്ങളും പറയാം, കൊടുക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമയുടെ കഥ ഉണ്ടാക്കുന്ന നേരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആലോചിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സംഭവം പറയാം. ഇഫ് ടു പീപ്പിൾ ഓൾവേസ് എഗ്രി, വൺ ഈസ് അൺനെസസറി. ഇഫ് ടു പീപ്പിൾ ഓൾവേസ് എഗ്രി, വൺ ഈസ് അൺനെസസറി. ഇപ്പം ഞാനും രോഹിണിയും തമ്മിൽ സംസാരിക്കുന്നു, ഞാൻ പറഞ്ഞൊക്കെ ശരിയാണെന്നും രോഹിണി പറയുന്നതൊക്കെ ശരിയാണെന്നും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന നേരത്ത് ഒരാളുടെ ആവശ്യമില്ല, ഒരാൾ മാത്രം പറഞ്ഞിരുന്ന. ഇപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ശ്യാമള എന്ന് പറയുന്ന കഥാപാത്രം ആ സിനിമയിൽ ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച്, കുട്ടികളൊക്കെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് അവർക്ക് നല്ല ഭാവി ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, കുടുംബത്തോട് ഒട്ടി നിൽക്കുന്ന, ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള നിഷ്കളങ്കയായ. അപ്പോൾ ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ചൊല്ലുണ്ടല്ലോ, രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായാൽ കഥ മുമ്പോട്ട് നീങ്ങില്ല. അതിനുവേണ്ടി മാത്രമാണ് ആ കഥാപാത്രം ഞാൻ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അത് കേരളത്തിലെ പിന്നെ അലസരായിട്ടുള്ള ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ പിന്നീടായി വന്നതാണ്. ഞാൻ പ്രാഥമികമായിട്ട് ആലോചിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടായി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ആ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ പിന്നീട് ഉണ്ടായത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? കഥ ഉണ്ടാക്കുന്ന നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിൽ വരസലുകൾ ഉണ്ടാവണം, കോൺഫ്ലിക്റ്റ് വേണം. എന്നാലേ വിജയിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഒരു മനഃശാസ്ത്രം പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. വൈരുദ്ധ്യം ഉള്ള രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള രസകരമായ, അല്ലെങ്കിൽ വളരെ ക്ഷോഭിക്കുന്ന തരത്തിലുള്ള ഉരസലുകൾ, കോൺഫ്ലിക്റ്റുകൾ, അപ്പോൾ മാത്രമേ സീനുകൾ മുമ്പോട്ട് പോവുള്ളൂ.